ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ലോട്ടറി അല്ല, അതൊരു ബമ്പൻ ലോട്ടറി തന്നെയാണ് എന്ന വിശ്വാസത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ദന എന്ന് പറയുന്ന ആ പെൺകുട്ടി അവളെ കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ തന്നെയാണ് മനോഹറിന്റെ വിചാരം. പക്ഷേ വന്ദന എന്നറിയപ്പെടുന്ന വരുൺ, അവൻ എന്തായാലും കല്യാണിയുടെയും അതുപോലെ തന്നെ മനോഹറിന്റെ ആദ്യ ഭാര്യമാരായ അവരുടെയൊക്കെ വാക്കുകൾ കേട്ട് അവൻ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവന്റെ അച്ഛനും അമ്മയും അതിനൊപ്പം തന്നെ നിൽക്കുകയാണ് അവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വരുണിന്റെ മുറപ്പെണ്ണായിട്ടുള്ള നമ്മുടെ നിഷയെ വഞ്ചിച്ചതിലുള്ള ദേഷ്യം അവർക്ക് നല്ല രീതിയിലുണ്ട്. വരുൺ കല്യാണം കഴിക്കാനിരുന്നതായിരുന്നു നമ്മുടെ നിഷയെ. അങ്ങനെ നിഷയെ ചതിച്ചത് കാരണം അവർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ നമ്മുടെ മനോഹരനെ വീട്ടിലേക്ക് പലവട്ടം വിളിച്ചു വരുത്തുകയും അതുപോലെ തന്നെ അവനെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച് വിടുകയും 1 കോടി രൂപയുടെ ചെക്കൊക്കെയാണ് വരുണിന്റെ അച്ഛൻ സമ്മാനിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ നല്ല സന്തോഷത്തോടു കൂടി ആ ചെക്കൊക്കെ വാങ്ങി നേരെ നമ്മുടെ സരയുവിനൊക്കെ ചെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സരയുവിനും സന്തോഷമാവണം. സരയു വിചാരിക്കുന്നത് വേറൊന്നല്ല, സരയുവിനോട് പറയുന്നത് തൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അവളുടെ സരയുവിൻ്റെ ഓരോ സ്വർണവും അതുപോലെ തന്നെ ബാങ്കിൽ കിടക്കുന്ന പണവും എല്ലാം തന്നെ ഇവൻ ഓരോ പ്രാവശ്യം കൈക്കലാക്കി എടുക്കുന്നുണ്ട്. ആ പണം കൊണ്ടാണ് വന്ദനയെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വന്ദനയ്ക്ക് വളയായിട്ടും സാരിയും അതുപോലെ എന്തെല്ലാം ഗിഫ്റ്റുകളൊക്കെയാണ് അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 1 കോടി രൂപ ചെക്ക് കൊടുത്തിട്ടുള്ളത് അത് കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ബാങ്കിൽ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അതിനിടയിൽ പോകാൻ പറ്റില്ല. അങ്ങനെ കല്യാണത്തോടു കൂടി തന്നെ ഈ ഒരു നാടകം പൊളിയോലോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധി അവർ പ്രയോഗിച്ചിട്ടുള്ളത്. മനു അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സരയുവിൻ്റെ എല്ലാ സ്വത്തുക്കളും അവളുടെ ബാങ്കിലുള്ള സ്വർണവും അതുപോലെ തന്നെ പണവും ഒക്കെ മനോഹർ സ്വന്തമാക്കുകയാണ്. എത്രയും വേഗം നമുക്ക് ഇവിടേക്ക് പോകാം, അതായത് അമേരിക്കയിലോട്ട് പോകണം, ഡോളർ ആക്കണം ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും വിശ്വസിച്ചിരിക്കുകയാണ്. പൊട്ടിയായിട്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ സരയുവിന് തൻ്റെ ജീവിതമൊന്നുമല്ല പ്രശ്നം. മനോഹർ അത് ദൈവത്തിന് തുല്യമാണ്. അതേ സമയത്ത് കിരണിൻ്റെയും കല്യാണിയുടെയും ജീവിതത്തിലേക്ക് എത്തിച്ച് നോക്കുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിള്ളൽ വരുത്തുകയും അവരുടെ സങ്കടങ്ങൾ സന്തോഷമാക്കി എടുക്കുകയും അങ്ങനെയൊക്കെയാണ് സരയുവിൻ്റെ ആ ഒരു സന്തോഷം. അതിനൊക്കെ തന്നെ ഉടനെ തന്നെ മറുപടി ഉണ്ടാവുകയാണ്. എന്തായാലും നമ്മുടെ മനോഹർ അണിഞ്ഞൊരുങ്ങി കല്യാണത്തിന് എത്തുന്നുണ്ട്. കല്യാണത്തിന് വന്ദനയെ കല്യാണം കഴിക്കാൻ വേണ്ടി എത്തുന്ന സമയത്ത് വന്ദന അവിടെ ഉണ്ടാകില്ല. പകരം ആരായിരിക്കും? വന്ദന ശരിക്കും കല്യാണ പെണ്ണായിട്ട് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആ ഒരു തലയിൽ നിന്ന് ആ ഒരു മുടി എടുത്ത് മാറ്റുകയും അതുപോലെ തന്നെ ആ പെണ്ണിൻ്റെ വേഷം മാറി ഒരു ആണായി മാറുകയും ചെയ്യുന്ന കാണുമ്പോൾ മനോഹർ ആകെ അന്തം വിടുകയാണ്. ആ സമയത്ത് അവിടെ കല്യാണിയും അതുപോലെ അവൻ്റെ മറ്റു ഭാര്യമാരെല്ലാവരും ഉണ്ടാവും. എല്ലാവരും പറയുന്നുണ്ട്, എന്താടാ കെട്ടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും വന്ദനയുടെയും അവിടെയുള്ള എല്ലാ സ്ത്രീകളുടെയും കയ്യിൽ നിന്ന് മനോഹർ അടി വാങ്ങി കൂട്ടുന്നുണ്ട്. അതൊക്കെ മനോഹറിനൊരു വല്ലാത്തൊരു ഷോക്കായി മാറുകയാണ്. ഇതേ സമയത്ത് സരയുടെ സ്വത്തുക്കളെല്ലാം തന്നെ കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും സരയു മനോഹറിനെ പറ്റിയുള്ള സത്യങ്ങൾ അറിയുന്നത്. അങ്ങനെ അവൾ ആകെ ജീവിതം തൊലഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അവൾക്ക് തൻ്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് തന്നെയാണ് സരയുവിൻ്റെയൊക്കെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും ഉടനെ കാണാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.